കാശി താൻ ധരിച്ചിരുന്ന ഷർട്ടൂരി അവൾക്ക് നേരെ നീട്ടി. പക്ഷേ പെട്ടെന്നാണ് അവർക്ക് നേരെ ഒരു ടോർച്ച് വെട്ടം തെളിഞ്ഞത്. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ. അപായസൂചന ലഭിച്ചിരുന്നു കാശിക്ക്. കൊടും അപമാനം ഏറ്റുവാങ്ങുന്നതറിയാതെ പാർവതി അവനെ നോക്കി. ലോകം അവസാനിച്ചെങ്കിലെന്ന് കാശി ആ നിമിഷം അതിയായി ആഗ്രഹിച്ചു. ആരാടാ അത്? മുന്നിൽ കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ബഹളം തുടങ്ങിയിരുന്നു. കാശിയുടെ കയ്യിൽ നിന്ന് ഷർട്ട് വാങ്ങി പാർവതി തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. തൻ്റെ അനാവൃതമായി കിടക്കുന്ന ആലില വയർ മറച്ചു. കാശിയുടെ പിറകിലേക്ക് മറഞ്ഞു നിന്നു. കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് തന്നെ ചിലരെയൊക്കെ പാർവതിയും കാശിയും മനസ്സിലാക്കിയിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ ദേവനുമുണ്ടായിരുന്നു. തന്നെ പുച്ഛത്തോടെ നോക്കുന്ന ഉറുമിളയെ കണ്ടിരുന്നു പാർവതി അപ്പോൾ. ആരാടാ? ആരാ എന്നല്ലേ ചോദിച്ചത്? എന്താടാ നിനക്ക് വേണ്ടത്? മുന്നിൽ കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിനിടയിലേക്ക് ചീറി നിന്നുകൊണ്ട് കാശി ചോദിച്ചു. എന്താടാ കുറ്റിക്കാട്ടിൽ നിനക്കൊക്കെ പണി? പല പണിയും കാണും. നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. അത് കൊള്ളാം, എന്തായാലും കൊള്ളാം. ഈ പെണ്ണിൻ്റെ കല്യാണമല്ലേ അടുത്ത മാസം, ഇവൻ്റെ കൂട്ടുകാരനുമായി. എന്നാലും ദേവാ, നിന്നെ പറ്റിച്ച് കളഞ്ഞല്ലോടാ നിന്നെ കെട്ടാൻ പോകുന്ന ഈ പെണ്ണും നിന്റെ കൂട്ടുകാരനും കൂടി. കൂട്ടത്തിലുണ്ടായിരുന്ന നാട്ടിൽ തന്നെയുള്ള ഏഷണിക്കാരൻ പത്രോസ് പറഞ്ഞു. നിന്റെയൊന്നും വാക്ക് കേട്ടിട്ട് അങ്ങനെ അവിശ്വസിക്കില്ല ഞാൻ ഈ രണ്ടുപേരെയും. എന്താടാ നിനക്ക് കണ്ണു കാണില്ലേ? നോക്കടാ രണ്ടെണ്ണത്തിൻ്റെയും നിൽപ്പ്. കാര്യം അറിയാതെ സംസാരിക്കരുത് പത്രോസേട്ടാ. നീ അങ്ങനെ പത്രോസിൻ്റെ നേരെ എടുത്തു ചാടി സംസാരിക്കാതെ. നിങ്ങളൊന്ന് മനസ്സിലാക്ക്. നിങ്ങൾ വിചാരിക്കും പോലെയല്ല ഇവിടെ നടന്നത്. അതെങ്ങനെ നിനക്ക് കൃത്യമായി അറിയും? നീയാണോ കൂട്ടുകാരന് കൂട്ടിക്കൊടുത്തത്? ഡാ പന്ന നായേ! കാശിയുടെ ഒറ്റ ചവിട്ടിന് പത്രോസിൻ്റെ കൂട്ടുകാരൻ ദാമു തറയിൽ വീണിരുന്നു. ഡാ ദേവാ, വേണ്ട, വിട്. പിന്നെ ഈ നായ പറയുന്നത് കേട്ട് ഞാനെല്ലാം കേട്ടുകൊണ്ട് നിൽക്കണമെന്നാണോ ദേവാ? ഡാ വേണ്ടടാ, വിട്. വീണ്ടും മടിക്കാനായി ഓങ്ങിയ കാശിയെ പിടിച്ചു വെച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു. പെട്ടെന്നാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഊർമിളയും സുധാകരനും അവരുടെ അടുത്തേക്ക് വന്നത്. നീ ആള് കൊള്ളാമല്ലോടാ ചെറുക്ക. നിങ്ങളോട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല, മാറി നിൽക്ക്. അത് കൊള്ളാം, ഇപ്പോൾ നല്ല കൂത്ത്. തറവാട്ടിലെ കൊച്ചു തമ്പ്രാനല്ലേ, എന്തുമാവാമെന്നാണോ? അടിയങ്ങളോട് ക്ഷമിക്കണം. തമ്പ്രാൻ്റെ രാസലീല കൈയോടെ പൊക്കിയതാണല്ലോ ഞങ്ങൾ ചെയ്ത കുറ്റം. ദേ അടിച്ച് 32 പല്ലും ഞാൻ തറയിലിടും. ഡാ വിട്. നീ ഇങ്ങോട്ട് മാറി നിൽക്കടാ ചെക്ക. എന്തിനാ ഇവനെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്? ഇവനെന്നെ എന്തു ചെയ്യുമെന്ന് കാണട്ടെ. ഇങ്ങോട്ട് വാടി. അമ്മയെപ്പോലെ തന്നെ പിഴയ്ക്കാൻ നടക്കുന്നു, അസത്ത്. കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ പാർവതിയുടെ നേരെ എറിഞ്ഞുകൊണ്ട് ഊർമിള മുന്നേറി. എന്തിനാ അമ്മായി ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേ നീ എൻ്റെ നേർക്കൊന്ന് കളിക്കാൻ വരണ്ട. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. എൻ്റെ അമ്മയെക്കുറിച്ച് ഒരു വാക്ക് നിങ്ങൾ മിണ്ടരുത്. ഊർമിളയുടെ നേരെ പാർവതി വിരൽ ചൂണ്ടി പറഞ്ഞു. പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെടി? അമ്മായി! അടുത്ത നിമിഷം ഊർമിളയുടെ വിരലുകൾ പാർവതിയുടെ കവിളിൽ പതിഞ്ഞിരുന്നു. ചുണ്ടിൽ നിന്നും ചോരയും പൊടിഞ്ഞു. എന്തായാലും കൊള്ളാം, എല്ലാവരും കേൾക്കണം. ഇവളുടെ അമ്മ ഒരു വരുത്തൻ്റെ കൂടി നടന്ന് പിഴച്ചുണ്ടായതല്ലേ. മോളും തള്ളയുടെ പാത തുടരാനാണല്ലേ നോക്കുന്നത്. എന്തായാലും കൊള്ളാം. ഈ നിൽക്കുന്ന ചെറുക്കനുണ്ടല്ലോ, നിന്നെ വെച്ചോണ്ടിരിക്കുകയല്ലേ. നീ നോക്കിക്കോ, ആരും അറിയാതെ ഒളിച്ചും പാത്തും മോൾക്കങ്ങ് പെറേണ്ടി വരും. നോക്കിക്കോ. അമ്മായി വാടി ഇവിടെ. പാർവതിയുടെ കയ്യും പിടിച്ച് ഊർമിള ആൾക്കൂട്ടത്തിനിടയിലേക്ക് നടന്നു. അപമാനഭാരത്താൽ അവളുടെ തല കുനിഞ്ഞിരുന്നു. അപ്പോഴും തൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഷർട്ട് തൻ്റെ ശരീരമാകെ മൂടി പിടിച്ചിരുന്നു അവൾ. പോകുന്നതിന് മുൻപ് ആരെ നോക്കിയില്ലായിരുന്നുവെങ്കിലും ഒരു നോട്ടം അവൾ കാശിയെ നോക്കി. കാശിയുടെ കണ്ണുകളിലും ഉണ്ടായിരുന്നു സർവ്വതും ചുട്ടരിക്കാൻ സാധിക്കുന്ന മഹാദേവൻ്റെ കണ്ണിലെ തീ. ആളുകൾ പിരിഞ്ഞുപോയി. ഊർമിള പാർവതിയും കൊണ്ടുപോയത് വീട്ടിലേക്കായിരുന്നു. അവിടെ പാർവതിയുടെ അമ്മൂമ്മയും ഉണ്ടായിരുന്നു. അമ്മമ്മേ! എന്താ മോളെ, എന്താ പറ്റിയത്? നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന പാർവതിയുടെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് അമ്മാമ്മ ചോദിച്ചു. എന്തു പറയാനാ തള്ളേ, നിങ്ങളുടെ കൊച്ചുമോളുണ്ടല്ലോ, അവളെയും ആ തൃച്ചംബരത്തെ തമ്പ്രാനില്ലേ കാശിയെയും. എന്താ പറ്റിയത്? പറ്റാനൊന്നുമില്ല, രണ്ടെണ്ണത്തിനെയും കൂടെ നാട്ടുകാർ കയ്യോടെ പൊക്കി. എന്താ ഊർമിളെ, എന്താ പറയുന്നത് നീ? എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാ തള്ളേ. മോളും പിഴച്ചു പോയി. എന്താ ഞാനീ കേൾക്കണത്? മോളെ പാർവതി! ഇല്ല അമ്മാമ്മേ, ഞാനൊന്നും ചെയ്തില്ല. ആരും മനസ്സിലാക്കിയില്ലെങ്കിലും എന്നെ അമ്മാമ്മയൊന്ന് മനസ്സിലാക്ക്. കണ്ടോ അവിടെ പൂങ്കണ്ണീര്?
തള്ള അതിൽ വീഴുമല്ലോ. നിർത്തിക്കോ നീ ഊർമിളേ. ഞാനൊന്നും പറയുന്നില്ല. സുധാകരേട്ടനും ഞാനും ഇനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? നീ നോക്കണ്ട. നീ നിന്റെ കാര്യം നോക്കി വീട്ടിൽ പോവുക. അല്ലെങ്കിലും ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല, നാട്ടുകാരുടെ ഇടയിൽ നിന്ന് പെണ്ണിനെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ എല്ലാവരും കൂടി തല്ലിക്കൊന്നേനെ. ആ ചെക്കൻ രക്ഷപ്പെട്ടു പോകും. അമ്മായി, കുമ്മായി, നീ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്. പോടി അസത്തെ. പാർവതിയെ പിടിച്ച് തള്ളി മാറ്റിക്കൊണ്ട് വീടിന് പുറത്തേക്ക് നടന്ന് വേലിക്കടുത്തായി സുധാകരൻ ബൈക്കും കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ കയറി. അപ്പോൾ ഊർമിളയും പോയി. പെട്ടെന്നാണ് പാർവതി അവിടെയാകെ തിരയാൻ തുടങ്ങിയത്. അമ്മമ്മ, എന്താ മോളെ? അമ്മ എവിടെ? അവിടെയെങ്ങും ഇല്ലേ മോളെ? ഇല്ല. എവിടെ പോയി? എൻ്റെ ദേവിയെ, ഞങ്ങളിനി എന്ത് ചെയ്യും? അമ്മേ! അവർ രണ്ടുപേരും അവിടെയെല്ലാം നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് അമ്മമ്മ അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. ഒരു അപായ സൂചന അവർക്ക് മണത്തു. പിറ്റേന്ന് തറവാട്ടിൽ നല്ല ഉറക്കത്തിലായിരുന്നു കാശി. രാത്രി തറവാട്ടിൽ കയറി വന്നപ്പോൾ വിവരങ്ങളൊക്കെ പറഞ്ഞ് തമ്പ്രാട്ടിയും കൂട്ടിപ്പിടിച്ച് വഴക്കായിരുന്നു. ഏറെ ആരുടെയും നല്ല കുട്ടി സർട്ടിഫിക്കറ്റ് തനിക്ക് വേണ്ട. ദേവൻ അറിഞ്ഞാൽ മതിയേ എല്ലാം. ആര് സംശയിച്ചാലും ഞങ്ങളെ സംശയിക്കില്ല, ഉറപ്പാണത്രയും. അവൻ പതിയെ മയക്കത്തിലേക്ക് വീണു. ആരോ തട്ടി വിളിക്കുന്നതായി തോന്നിയാണ് കാശി കണ്ണു തുറന്നത്. എന്താടാ ദേവാ? ഡാ ഡാ, നീ വേഗം റെഡിയാക്. നമുക്ക് പാർവതിയുടെ വീട് വരെ പോകാം. എന്തിന്? പറയടാ. ആളെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ പറയാടാ. നീ റെഡിയാവ്. ഒന്നും വിട്ടു പറയാതിരിക്കാൻ ദേവൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നിറഞ്ഞു തൂവി നിൽക്കുന്ന കണ്ണീര് കള്ളം പറയുന്നില്ലായിരുന്നു കാശിയോട്. ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? തെക്കേ തൊടിയിൽ എരിഞ്ഞ ചിത ഇപ്പോൾ ഒരു മൺകൂനയായി തീർന്നിരിക്കുന്നു. കവിളിലായി ഇറ്റുവീഴുന്ന ജലഗണങ്ങൾ അവളുടെ ചുണ്ടിൽ മുത്തമിട്ടു. മരണമടഞ്ഞ് പെയ്തൊഴിഞ്ഞ് തീർന്ന മഴയുടെ ഇരമ്പൽ അപ്പോഴും അവളുടെ ചെവിയിൽ കേട്ടുകൊണ്ടിരുന്നു. 16 ദിവസം കഴിഞ്ഞിട്ട് പോലും ആ നോവ് അവളെ വിട്ട് ഇപ്പോഴും മാറിയിരുന്നില്ല. ഒന്ന് സ്നേഹത്തോടെ നോക്കിയിട്ടില്ല. എന്തിന് ഒരു താരാട്ടുപാട്ട്, ഒരു ലാളന ആ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്നിരുന്നാൽ പോലും മറക്കാൻ കഴിയുമായിരുന്നില്ല അവൾക്ക്. സുരഭിയെ അത്രത്തോളം പാർവതിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. വീടിൻ്റെ മുന്നിലായി വലിച്ചു കെട്ടിയിരുന്ന ടാർപ്പായുടെ കീഴിലായി 6-7 ടേബിളും കസേരയും ഇട്ടിട്ടുണ്ട്. 16 ചടങ്ങിന് വന്ന എല്ലാവരുടെയും കാര്യങ്ങളും നോക്കുന്നത് ദേവനും കാശിയും തന്നെയാണ്. ഈ 16 ദിവസങ്ങളിൽ അവർ വീട്ടിൽ പോയത് ഉറങ്ങാൻ മാത്രമായിരുന്നു. എന്നിരുന്നാൽ പോലും ചില രാത്രികളിൽ വീടിന് പുറത്ത് മിന്നിമറയുന്ന ബൈക്കിൻ്റെ വെളിച്ചത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായിരുന്നു, ഒരു കാവലായി ആ 2 പേരിൽ ഒരാൾ എപ്പോഴും കാണുമെന്ന്. ചടങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. ആ വീട്ടിൽ കാശിയും ദേവനും, ദേവൻ്റെ അമ്മ മീനാക്ഷിയും, ഊർമിളയും, ഭർത്താവ് സുധാകരനും, മുത്തശ്ശിയും മാത്രമായി. പാർവതി, ടാർപ്പായുടെ പൈസയെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അവർക്കൊന്നും കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ. ഒരു മൂളലിൽ അവൾ മറുപടി ഒതുക്കിയിരുന്നു. എന്താ ആൻറ്റി, നിങ്ങളൊന്നും വീട്ടിൽ പോകുന്നില്ലേ? അതോ ഇവിടെ നിൽക്കുവാണോ? എന്താടാ ചെക്കായി പറയുന്നത്? ഞങ്ങൾക്കിവിടെ നിൽക്കാൻ പറ്റുമോ? ഇത്രയും ദിവസം തന്നെ എത്ര പാടുപെട്ടാ ഞാൻ ഇവിടെ നിന്നതെന്നറിയുമോ? ദേവൻ്റെ ചോദ്യം ഇഷ്ടപ്പെടാത്ത പോലെ ഊർമിള പറഞ്ഞു. അതെന്താ ഊർമിളെ, നിനക്ക് അങ്ങനെയൊരു പറച്ചില്? ഒന്നുമില്ല മീനാക്ഷി, ഭയങ്കര ചൂടല്ലേ ഇവിടെ. ഇത്ര കാലം നീ ഇവിടെയല്ലേ കിടന്നുറങ്ങിയത്? ഒരു വീട് വെച്ചപ്പോൾ അങ്ങോട്ട് മാറിയെന്നല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ? ഓടുമ്പോൾ നടുവൊടിഞ്ഞ് കിടക്കാതിരുന്നാൽ മതി. കാശി, നിന്നോട് ഞാനൊന്നും സംസാരിക്കാൻ വന്നില്ല. കുറച്ചു നേരമായി നിന്റെ കളിയാക്കി പറച്ചിൽ. എന്തായാലും ചിലരുടെയൊക്കെ അത്രയും വരില്ല. ഡാ കാശി, വേണ്ട, വിട്ടോ. എൻ്റെ മീനമ്മേ, ഞാനൊന്നും പറയാൻ വരുന്നില്ലേ. മുറ്റത്തായി നിർത്തിയിട്ടിരിക്കുന്ന ബുള്ളറ്റിലേക്ക് കാശി ചാരി നിന്നു. ശരി, ഞങ്ങൾ ഇറങ്ങുക. മീന, ഡി പാർവതി, ഞങ്ങൾ പോവുക. അമ്മേ വാ. മുത്തശ്ശിയോ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതേ ദേവ, എന്തായാലും സുരഭി പോയില്ലേ, ഇനി ഇവിടെ ആരാ ഉള്ളത്? അമ്മേ, ഞങ്ങൾ കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോയാൽ എങ്ങനെ ഓർമ്മില്ലേ? പാർവതി ഇവിടെ തന്നെയായി പോവില്ലേ? അതൊന്നും ഞങ്ങളുടെ കാര്യമല്ല മീനെ. ഇവൾ ഒറ്റൊരുത്തി കാരണമാ നാത്തു മരിച്ചത്. അമ്മായി. അതുവരെ എല്ലാം കേട്ട് മൂകമായിരുന്ന പാർവതിയുടെ ശബ്ദം അവിടെ ഉയർന്നു. അമ്മായിയല്ല, കുമ്മായി. സത്യമല്ലേടി ഞാൻ പറഞ്ഞത്? നീയും ദേ ആ ബൈക്കും ചാരി നിൽക്കണ ചെക്കനും കൂടി ആ കുറ്റിക്കാട്ടിൽ ചെയ്തു കൂട്ടിയതൊക്കെ അറിയില്ല എന്നാണോ വിചാരം? അതും ഉത്സവ സമയത്ത്. കർമ്മഫലമാണ്. അതുകൊണ്ടല്ലേ നിന്റെ അമ്മ വട്ടിളകി നിന്റെ തന്തയെപ്പോലെ ആ കുളത്തിൽ വീണ് തൊലഞ്ഞത്.
മുത്തശ്ശിയെ കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോക്കൂ. പക്ഷേ ആവശ്യമില്ലാതെ എൻ്റെ അമ്മയെ പറയരുത്. അവളുടെ പേര് പറയുമ്പോൾ തന്നെ എനിക്ക് നാറുന്നു. എന്തായാലും നന്നായി. ഇനിയൊരു കാര്യം പറഞ്ഞ് ഞങ്ങൾക്ക് വീട്ടിലോട്ട് വരണ്ടല്ലോ. അമ്മേ, വാ പോകാം. അമ്മാവനെങ്കിലും അമ്മായിയോടൊന്നു പറ. എൻ്റെ പാർവതി, നിന്നെ ഞാൻ മരുമോളായിട്ടൊന്നും കണ്ടിട്ടില്ല. നീ ഒറ്റൊരുത്തി കാരണമാ എൻ്റെ പെൺകുട്ടിയുടെ ജീവിതം തകർന്നത്. നീ വയറ്റിൽ മുളച്ചു പൊന്തിയില്ലായിരുന്നുവെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചേനെ. അവളിപ്പോൾ സുഖമായിട്ട് ജീവിച്ചേനെ. നീ ഉണ്ടായതിൽ പിന്നെയാ. നിങ്ങൾ വേറെ വല്ല കാര്യം നോക്ക് മനുഷ്യ. അമ്മ, വാ നമുക്ക് പോവാം. മുത്തശ്ശി, പോവരുത്. പാർവതിയെ തനിച്ചാക്കി ഇവിടെ. മുത്തശ്ശി പതിയെ പാർവതിയുടെ അടുത്തേക്ക് നടന്നു. മോളെ, ഞാൻ പോവാ. വയസ്സായി, എന്നോട് ക്ഷമിക്കണം. ഒരു നേർത്ത പുഞ്ചിരി മാത്രം അവൾ നൽകിയിരുന്നു എല്ലാവർക്കും വേണ്ടി. മാറ്റിവെച്ചിരുന്ന പെട്ടിയുമെടുത്ത് വൃദ്ധ അവർക്കൊപ്പം നടന്നു. എന്നാലും കൊള്ളാം. എന്താ കാണിച്ചത്? ഒരു അപകടം വന്നപ്പോൾ ആ പെണ്ണിനെ കളഞ്ഞിട്ട് എല്ലാവരും പോയി. കണ്ടോടി, നീ ആർക്കു വേണ്ടിയാ കഷ്ടപ്പെട്ടത്? ഞങ്ങളുടെ മനയിൽ കിടന്ന് മരിച്ച് പണി ചെയ്തത്. ഡാ കാശി, ഞാനൊന്നും പറയുന്നില്ല. ഇനി എന്താ? ഇവളെ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. എന്താടാ ഇപ്പോൾ ചെയ്യാ കാശി? മീനമ്മേ, അവളെ പിടിച്ചുകൊണ്ട് വീട്ടിൽ പോ. കല്യാണത്തിന് മുൻപ് കുറച്ച് ദിവസം അവൾ അവിടെ താമസിച്ചു എന്ന് കരുതി ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാശി, അത് എന്താ ദേവാ, കുഴപ്പമുണ്ടോ? അതോ എല്ലാവരും പറയുന്ന പോലെ അന്നത്തെ കാര്യം നീ വിശ്വസിച്ചോ? എന്നെയും ഇവളെയും സംശയമാണോ? അല്ലടാ. എങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. വീട്ടിൽ എൻ്റെ അടുത്തൊന്നും ചോദിച്ചു വരാൻ ആരും ധൈര്യപ്പെടില്ല. ആ മായയുടെ ശല്യം ഉണ്ടാവാതിരുന്നാൽ മതി. മോനെ കാശി, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവൾ വരുന്നതിന് എനിക്കെന്താ? എൻ്റെ മോള് തന്നെയല്ലേ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. പാർവതി, പോയി വേഗം ഡ്രസ്സൊക്കെ എടുത്തു വെക്ക്. ദേവൻ്റെ വീട്ടിലേക്ക് പോകാം. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ആദ്യം വരാൻ വിസമ്മതിച്ചു എങ്കിലും ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ സമൂഹം വിടില്ല എന്ന ധാരണയായി പാർവതി അവരുടെ ഒപ്പം പോകാൻ തീരുമാനിച്ചു. വിവാഹത്തിന് കൈപ്പിടിച്ച് കയറാൻ ആഗ്രഹിച്ച പാർവതിയോടൊപ്പം ഒരു ചടങ്ങുമില്ലാതെ അവൻ്റെ തറവാട്ടിലേക്ക് പടി കയറി. അവിടെ പൊരുത്തപ്പെട്ടു പോകാൻ ഭയങ്കര പ്രയാസമായിരുന്നു പാർവതിക്ക്. പക്ഷേ മീനാക്ഷിയുടെ സ്നേഹം അവൾക്ക് മറ്റൊരമ്മയുടെ ഇഷ്ടം നൽകിയിരുന്നു. ഇനിയും 2 ആഴ്ചയുണ്ട് വിവാഹത്തിന്. ആ 2 ആഴ്ചകൾ ഇലകൊഴിയും വസന്തം പോലെയാണ് കടന്നുപോയത്. സുരഭിയുടെ വിടവാങ്ങൽ കാരണം ഇപ്പോഴേ കല്യാണം വേണ്ടെന്ന് പലരും പറഞ്ഞുവെങ്കിലും ഒരു വിവാഹം പോലും കഴിക്കാതെ പാർവതി ആ വീട്ടിൽ നിൽക്കുന്നത് സങ്കടം തന്നെയായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ടായിരുന്നു ലളിതമായ രീതിയിൽ അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചത്. അന്ന് വൈകുന്നേരം പ്രിയ വന്നതറിഞ്ഞ് മനയിലേക്ക് നടക്കുകയായിരുന്നു പാർവതി. ഒരുപാട് സംസാരിച്ചു. സുരഭിയെ കാണാൻ ആ സമയത്ത് വരാൻ സാധിക്കാത്തതിലുള്ള സങ്കടങ്ങളായിരുന്നു കൂടുതലും. അവരുടെ സംഭാഷണങ്ങൾക്കിടയിൽ നാളത്തെ കല്യാണത്തിൻ്റെ കാര്യവും ദേവൻ്റെ വീട്ടിലെ വിശേഷങ്ങളുമെല്ലാം ഉൾപ്പെട്ടിരുന്നു. വൈകുന്നേരത്തോടെ അടുപ്പിച്ചാണ് പാർവതി മനയിൽ നിന്നിറങ്ങിയത്. ഇറങ്ങിയപ്പോഴേ ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. അത് പോകെ പോകെ കനത്തു. എന്നാൽ കൂടി പാടത്തൂടെ ഓടുകയായിരുന്നു പാർവതി. എങ്ങനെയെങ്കിലും വീടെത്തണമെന്ന ലക്ഷ്യം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മഴയുടെ കൂടെ ഇടിയും മിന്നലും കൂടിയായപ്പോൾ അവൾ പ്രാണരക്ഷാർത്ഥം വയലിൻ്റെ അടുത്തുള്ള കൃഷിസ്ഥലത്ത് നെല്ലും മറ്റും ഉണക്കാൻ ഉപയോഗിക്കുന്ന ഒറ്റമുറിയിലേക്ക് കയറി. നനഞ്ഞ ധാവണി കൈകൊണ്ട് പിഴിഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നു. പെട്ടെന്നാണ് ആ മുറിയിൽ വേറെ ആരുടെയോ സാമീപ്യം അറിഞ്ഞ് അവൾ നോക്കിയത്. അവിടെ ഒരു കട്ടിലിൽ കാശി കിടപ്പുണ്ടായിരുന്നു. ഒരു വലിയ ഇടിയുടെ മുഴക്കത്തോടെ കാശി ഞെട്ടി ഉണർന്നു. നീ എന്താ ഇവിടെ? മഴ. ഞാൻ 2 കഴിച്ചിട്ട് ഇവിടെ കിടന്നുറങ്ങിപ്പോയി. കുറച്ച് കാത്തു നിൽക്ക്. മഴ കുറയുമ്പോൾ ഞാൻ കൊണ്ടുവിടാം. ആ മഴ തോരുന്നത് കാത്ത് അവർ നിന്നു. കഴിഞ്ഞപ്പോൾ പാർവതിയെ കൊണ്ടാക്കാനായി വാതിൽ തുറന്നപ്പോഴാണ് അത് തുറക്കാൻ സാധിക്കുന്നില്ലെന്ന് കാശിക്ക് മനസ്സിലായത്. എന്താ തുറക്കാൻ പറ്റാത്തത്? എനിക്കറിയില്ല കാശിയേട്ടാ. പറ്റുന്നില്ലല്ലോ. നീ ഇത് അടച്ചതെന്തിനാ? അത് മഴയായതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ ജാമാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യും? ഫോണും എടുത്തിട്ടില്ല. സമയവും വൈകി. ഇനി എന്താ ചെയ്യാ? ഇവിടെ നിൽക്ക്. ആരെങ്കിലും വഴിയിൽ കൂടെ പോകുന്നുണ്ടോ എന്ന് നോക്കാം. അല്പനേരം കടന്നു പോയിരുന്നു. പെട്ടെന്നാണ് വാതിലിൽ ശക്തിയായ ഒരു മുട്ടൽ കേട്ടത്. ആരാടാ അകത്ത്? വാതിൽ തുറക്കടാ. കട്ടിലിരുന്ന് കാശിയും ഓരത്തായി നിന്ന് പാർവതിയും ഞെട്ടിയിരുന്നു.